കണ്ണമാലി ഫോർട്ട് കൊച്ചി മേഖലയിലെ കടലാക്രമണത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വൈദികർ പ്രത്യക്ഷ സമരത്തിൽ. ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കുക, തീരസംരക്ഷണം ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആലപ്പുഴ, കൊച്ചി രൂപതകളിലെ വൈദികരാണ് ഉപവാസം സംഘടിപ്പിച്ചത്. KRLCC വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് സമരം ഉദ്ഘാടനം ചെയ്തു. തീരമേഖലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, സുരക്ഷിത കടൽഭിത്തി നിർമ്മാണത്തിന് സർക്കാർ പണം അനുവദിക്കുക, കണ്ണമാലി പുത്തൻതോടിൽ നിർത്തിവച്ചിരിക്കുന്ന കടൽഭിത്തിയുടെ നിർമ്മാണം പുനരാരംഭിക്കുക, കടലാക്രമണത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുക, കായലിലെ എക്കൽ നീക്കി നീരൊഴുക്ക് ശക്തിപ്പെടുത്തുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊച്ചി, ആലപ്പുഴ രൂപതയിലെ വൈദികർ ഉപവാസ സമരം സംഘടിപ്പിച്ചത്. വർഷങ്ങളായി തീരദേശ നിവാസികൾ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഓരോ മഴക്കാലത്തും വീടും വീട്ടുപകരണങ്ങളും എല്ലാം നശിക്കും. അവയെല്ലാം ശരിയാക്കി വരുമ്പോഴേക്കും അടുത്ത മഴക്കാലം എത്തും. ചെല്ലാനത്തുള്ളതിന് സമാനമായി ടെട്രാപോഡ് നിർമ്മാണം കണ്ണമാലി, ഫോർട്ട് കൊച്ചി മേഖലകളിൽ വന്നാലേ പ്രശ്നം പരിഹരിക്കാനാകൂ. തീരജനത മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എത്രയും വേഗം സർക്കാർ നടപ്പിലാക്കണമെന്ന് വൈദികർ ആവശ്യപ്പെട്ടു. കൊച്ചി, ആലപ്പുഴ രൂപതകളുടെ നേതാക്കളും KRLCCയും ഒക്കെ ചേർന്നാണ് ഒരു ജനകീയ രേഖ തയ്യാറാക്കി കൊടുക്കും. ഈ ജനകീയ രേഖയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എത്രത്തോളം വരെ വേണം എന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ്. ഇത് കേവലം ഇവിടം കൊണ്ട് നിർത്തരുത്, മറിച്ച് ഫോർട്ട് കൊച്ചി വരെ വരണമെന്ന് പറഞ്ഞതാണ്. ഞങ്ങൾ നിരന്തരമായിട്ട് ഇടപെടുന്നുണ്ട്. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലും ഭരണകർത്താക്കള് ശ്രദ്ധാപൂർവ്വം ഇത് കാണുന്നത് നന്നായിരിക്കും എന്നാണ് പറയാനുള്ളത്. തീരമേഖലയുടെ ആവശ്യങ്ങളിലെല്ലാം അടിയന്തരമായി തീരുമാനമെടുക്കുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് നാട്ടുകാരുടെയും തീരുമാനം. അമൃത ന്യൂസ്, കൊച്ചി.